ആസൂത്രണ ബോർഡിലെ PSC നിയമന തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് മന്ത്രി OJ ജനീഷ്. ആഭ്യന്തര അന്വേഷണത്തിന് പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയത് കള്ളന് താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമാണ്. ഇത് അന്വേഷണം അട്ടിമറിക്കാനാണ്. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും DGP തല അന്വേഷണമാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടതായും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. തുടക്കം മുതലേ ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം PSCയുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണത്തിലേക്ക് കടന്ന PSC ഇന്ന് മനസ്സിലാക്കുന്നത് ആ അന്വേഷണം അട്ടിമറിച്ച് ഇപ്പോൾ പരീക്ഷാ കൺട്രോളർ അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. പരീക്ഷാ കൺട്രോൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ അട്ടിമറിയുടെ ഭാഗമാണെങ്കിൽ കള്ളനെ തന്നെ താക്കോലേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് PSCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അന്വേഷണം ആവശ്യമാണ്. ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ഒഫൻസ് ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണം. ഇവരെ തുറങ്കിലടക്കണം. ഇവരുടെ ഇത്തരത്തിലുള്ള അട്ടിമറിയുടെ ഭാഗമായി ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും വേണം. കഴിഞ്ഞ 10 വർഷം PSC നടക്കുന്നത് പിൻവാതിൽ നിയമനം ഉൾപ്പെടെയാണ്. ഇത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തും. എന്നാൽ UDF സർക്കാർ ഉദ്യോഗാർത്ഥികൾക്കൊപ്പമാണെന്നും കുറ്റക്കാരെ തുറങ്കലിൽ അടയ്ക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മന്ത്രി ജനീഷ് കൂട്ടിച്ചേർത്തു. കേരളത്തിലെ PSCയുടെ ഉദ്യോഗാർത്ഥികളോട് സംസ്ഥാന ഗവൺമെന്റ് വളരെ കർശനമായി തന്നെ പറയുന്നു, അവരുടെ കൂടെ തന്നെയാണ് ഈ ഗവൺമെന്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. PSC ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾക്കൊപ്പം തന്നെയാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. PSCയുമായി ബന്ധപ്പെട്ട ഈ അട്ടിമറികളിൽ ഒരാളെ പോലും പുറത്തുവിടാത്ത തരത്തിലുള്ള അന്വേഷണത്തിന് കടക്കും. സംസ്ഥാന ഗവൺമെന്റ് അതിന് തന്നെ തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇരിക്കുന്നത്.